കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസനും കുടുംബത്തിനും വന്നുചേർന്ന സ്നേഹസമ്പന്നരായ ദൈവമക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ, കഴിഞ്ഞ ചില സെഷനുകളിൽ നിങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാനും ശുശ്രൂഷയിൽ സഹകരിക്കുവാനും ദൈവം എനിക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ശരിക്കും ഉപവാസ പ്രാർത്ഥനകളിൽ ഈ തിക്കും തിരക്കും അനുഗ്രഹമാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഏതെങ്കിലും വീടുകളിൽ സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുമ്പോഴാണ് തിക്കും തിരക്കും. ഈ യോഗത്തിൽ ആദ്യമായി സംബന്ധിക്കുന്ന ഈസ്റ്റ് റാമിൽ നിന്ന് വന്ന പ്രിയ അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൽ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓരോ യോഗങ്ങളിലും പുതിയ പുതിയ മുഖങ്ങൾ ഉണ്ടാവണം. ഈ രാത്രിയോഗം തീരുമ്പോൾ ഒരു പുതുമുഖത്തോടുകൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഇടയായത് ഈ യോഗങ്ങളുടെ ഒരു വിജയമായി തന്നെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈ എനിക്ക് മുഖം കാണാൻ വയ്യാത്ത പലര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ സ്തോത്രം പറഞ്ഞു. ഈ വാക്യം എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യം. 4 സുവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മശിഹ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്തു എന്ന് പറയുന്ന 35 അത്ഭുതങ്ങളുടെ കണക്ക് നമുക്ക് കിട്ടും. 35 അത്ഭുതങ്ങൾ. പക്ഷെ യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ആകെ 35 അത്ഭുതങ്ങളെ ചെയ്തുള്ളൂ എന്ന് കരുതാൻ കഴിയില്ല. 35 യേശുവിന്റെ അത്ഭുതങ്ങളെ നിജപ്പെടുത്താതിരിക്കാൻ വക നൽകുന്ന ഒരു വാക്യം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ പറയുന്നു, യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്, അവയെല്ലാം എഴുതിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. എനിക്ക് പുതിയ നിയമത്തിൽ ഇന്നും എത്തും പിടിയും കിട്ടാതെ കിടക്കുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു? കാരണം ആ പുസ്തകങ്ങൾ ലോകത്തിൽ ഒതുങ്ങുകയല്ലെന്നൊക്കെ പറഞ്ഞാല് പിന്നെ വേദപുസ്തകത്തിലെ വാക്യമായതുകൊണ്ട് നമ്മൾ അതുപോലെ വിഴുങ്ങിയേക്കുക. കാരണം അതൊന്നും തിരിച്ച് ചിന്തിക്കാൻ നിന്നാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. യോഹന്നാൻ പറഞ്ഞത് എന്തുവാ? യേശു പറഞ്ഞതെന്നല്ല, യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21 അധ്യായങ്ങളെ ഉള്ളെങ്കിലും ആ സുവിശേഷത്തിൽ യോഹന്നാൻ വെറും 7 അത്ഭുതങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ തന്റെ സുവിശേഷത്തിൽ.
അതിലേറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമാണ് ഈ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ സംഭവം. എന്നാൽ മറ്റു സുവിശേഷകന്മാർ അതിൽ കൂടുതൽ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അധ്യായം ഈ പുസ്തകം പ്രതി പുസ്തകമായി അത്ഭുതങ്ങളുടെ കണക്ക് നമ്മൾ എടുക്കുമ്പോൾ മൊത്തത്തിൽ കൂട്ടിയാൽ 65 കിട്ടും. കാരണം മത്തായി സുവിശേഷത്തിൽ 20 അത്ഭുതങ്ങളുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തിൽ 18 അത്ഭുതങ്ങളുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലും 20 അത്ഭുതമുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 അത്ഭുതമുണ്ട്. അപ്പൊ 20ഉം 18ഉം 20ഉം 7ഉം 65ആണ്. അപ്പം പുസ്തകം പ്രതി പുസ്തകമായി കൂട്ടുമ്പോൾ 65 എന്ന സംഖ്യ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു യേശു ചെയ്ത 35 അത്ഭുതങ്ങളുടെ കണക്കാണ് നമുക്ക് 4 സുവിശേഷങ്ങളിൽ കിട്ടുന്നത്. ഈ കണക്കിലെ വ്യത്യാസം പലരും അറിയാവുന്നവർക്ക് ദൈവം മനസ്സിലായി. കാരണം മത്തായി പറഞ്ഞിട്ടുള്ളത് തന്നെ മർക്കോസ് പറഞ്ഞിട്ടുണ്ട്, മത്തായി മർക്കോസും പറഞ്ഞിട്ടുള്ളത് തന്നെ ലൂക്കോസും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വളരെ കുറച്ച് അത്ഭുതങ്ങളെ കുറിച്ച് പരാമർശിച്ച യോഹന്നാൻ പറഞ്ഞ വാചകം ശരിക്കും പറഞ്ഞ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് അത്ഭുതം ജനിപ്പിക്കുന്ന വാചകമാണ്. യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്, അതെല്ലാം എഴുതിയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ ഒതുങ്ങുകയില്ലെന്ന് ഞാൻ നിരൂപിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കണക്കുകളെയും ഈ 35ന്റെ കണക്കും യോഹന്നാൻ പറഞ്ഞ ഈ വാക്യവും കൂടെ നമുക്ക് എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ പറ്റാത്ത, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഈശോ മിശിഹായുടെ എണ്ണമറ്റ അത്ഭുത പരമ്പരയിൽ നിന്ന് അതിപ്രാധാന്യം അർഹിക്കുന്നതോ ആത്മീകോത്തേജനപ്രദമെന്ന് ആത്മാവിന് ബോധ്യപ്പെട്ടതോ ആയ 35 അത്ഭുതങ്ങളെ 4 സുവിശേഷകന്മാർ വേർതിരിച്ച് അവരുടെ പുസ്തകത്തിൽ അവർ കുറിച്ചിരിക്കുന്നു. അല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യനും അറിയില്ല യേശു ചെയ്ത കാര്യങ്ങളുടെ കൃത്യമായ കണക്ക്. എനിക്ക് തോന്നുന്നു ഈ ആശയം ഇങ്ങനെ വെറുതെ പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരു ആശയമല്ല. ഇതിനകത്ത് നമുക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ വകുപ്പും വകയും ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രത്തിന് വകയുള്ള ഒരാശയം ഞാൻ ഈ പറഞ്ഞു വന്നതിനകത്തുണ്ട്. പൗലോസ് ശ്ലീഹായും തന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ ഒരു കണക്കെടുപ്പിന് ശ്രമിച്ചു. പക്ഷേ പൗലോസ് കണക്ക് കൂട്ടും തോറും കണക്ക് തെറ്റുന്നു, കണക്കെടുക്കും തോറും കണക്ക് തെറ്റുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് ഒറ്റ വാചകത്തിൽ അത് ചുരുക്കി. എന്താ? പറഞ്ഞു തീരാത്ത സ്തോത്രം എന്ന് പറഞ്ഞാൽ പൗലോസ് ആ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്റെ കർത്താവ് ചെയ്ത കാര്യങ്ങളുടെ കൃത്യമായ കണക്ക് എനിക്കും കൂട്ടിപ്പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്, അവൻ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യാൻ പിന്നിട്ട നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അപദാനങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതരം തുറന്ന് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വമർപ്പിക്കുവാൻ അന്തരാത്മാവിൽ ആവേശമുള്ള സകല ദൈവമക്കൾ ഈ ദൈവത്തിന് മഹത്വം കൊടുത്താൽ അപ്പോ 4 സുവിശേഷങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക് 35 അത്ഭുതങ്ങളുടെ കണക്കാണ്. ഈ 35 അത്ഭുതങ്ങളെ പഠന സൗകര്യാർത്ഥം 6 ഭാഗങ്ങളായിട്ട് തരംതിരിക്കും. 1, യേശു വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 2,
യേശു പള്ളിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 3, യേശു വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 4, യേശു വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 5, യേശു മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. 6, യേശു സെമിത്തേരിയിൽ വെച്ച് ചെയ്ത അത്ഭുതം. ഞാൻ ഈ ഭാഗം പറയുമ്പോ, ഈ ഭാഗം ധ്യാനിക്കുമ്പോഴൊക്കെ എന്റെ അന്തരാത്മാവിൽ ഏറെ ആവേശം കൊള്ളിക്കുന്ന ഒരു ഭാഗം ഈ 6-ാം ഭാഗം. ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ് സെമിത്തേരിയിലും ചിലത് ചെയ്യാൻ കഴിവുള്ള, ആശകൾ നിരാശയ്ക്ക് വഴിമാറുന്ന മണ്ഡലമല്ലേ സെമിത്തേരി. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ ഇനി പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്ന മണ്ഡലമല്ലേ സെമിത്തേരി. അവിടെയും ചിലത് ചെയ്യാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. കുറുകിപ്പോകാത്ത കർത്തൃകരത്തിന്റെ വല്ലഭത്വം ഇന്ന് രാത്രി ഇതിനകത്തൊന്ന് വെളിപ്പെടട്ടെ. എനിക്ക് 5 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസ്ഫർ ആണ്. ഞാൻ ഇവിടുന്ന് എങ്ങും തുടങ്ങിയതില്ല, അവിടുന്ന് തുടങ്ങി. സാധാരണ കേരളത്തിലൊക്കെ 3 വർഷം കഴിയുമ്പോഴാണ്. ഞാനും നിങ്ങളോടൊപ്പം ഒരു ദൈവപ്രവർത്തിക്കായി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോ 35 അത്ഭുതങ്ങളെ വീട്ടിൽ വെച്ച്, പള്ളിയിൽ വെച്ച്, വഴിയിൽ വെച്ച്, വെള്ളത്തിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച്, സെമിത്തേരിയിൽ വെച്ച് എന്നിങ്ങനെ 6ആയിട്ട് തിരിക്കാം. അതിൽ യേശുവിന്റെ അത്ഭുതങ്ങളിലെ 1-ാമത്തെ അത്ഭുതവും വീട്ടിൽ വെച്ച് ചെയ്തവ എന്ന വിഭാഗത്തിലേതുമായ ഒരത്ഭുതമാണ് ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. നമ്മൾ വായിച്ച കുറിവാക്യം എന്ന് പറയുന്നത്, യേശു ഇതിന് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആ പദം ഒന്ന് ശ്രദ്ധിക്കണേ ദൈവം. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. 4 സുവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. യേശു തന്റെ സമാധാനം ശിഷ്യന്മാർക്ക് കൊടുത്തു. യേശുവിന്റെ ക്രൂശീകരണ നിമിഷങ്ങളെ സുവിശേഷങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയാം. യേശുവിന്റെ വസ്ത്രം പടയാളികൾ ചീട്ടിട്ടെടുത്തത് കൊടുത്തതുകൊണ്ട്. അപ്പൊ യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. സാധാരണ ചില യേശുവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ യേശുവിനെ വെറും പാപ്പരായി അവതരിപ്പിക്കാറ്. എനിക്ക് അതിനോട് 100% പൊരുത്തമുള്ള ഒരാളല്ലേ. 3.5 വർഷം എന്റെ കർത്താവ് ഉപയോഗിച്ച ആ അങ്കി അത് ചീട്ടിട്ടെടുക്കണമെങ്കിൽ അത് എന്തോ ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമ്മളൊക്കെ ഒരു ദിവസം ഇട്ടത് ആരെങ്കിലും ചീട്ടിട്ട് അത് കൈകൊണ്ട് തൊടുകയില്ല, പിന്നല്ലേ ചീട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള തുണിയാണ് യേശു ഉപയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാരും എന്നോട് പൊരുത്തപ്പെടുന്നു. കാരണം യേശുവിനെ അങ്ങ് അവതരിപ്പിക്കുന്ന കേട്ടാല് തീരെ അങ്ങ് പാപ്പരായി അങ്ങനെ പറയാൻ നമുക്ക് തെളിവില്ലെന്ന് പറഞ്ഞതാണ്. എനിവേ, യേശു തന്റെ വസ്ത്രം പടയാളികൾക്ക് കൊടുത്തു. ഇനി ക്രൂശിലേക്ക് നോക്കിക്കേ. പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കൈയിലേൽപ്പിക്കും. യേശു തന്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തു. ഈ വാചകങ്ങളിൽ നമ്മുടെ കർത്താവ് ആരാണ്? സമാധാനം വേണ്ടവർക്ക് അവൻ സമാധാനം കൊടുക്കും. വസ്ത്രം വേണ്ടവർക്ക് അവൻ വസ്ത്രം കൊടുക്കും.
പ്രാണൻ വേണ്ടവർക്ക് അവൻ പ്രാണനും കൊടുക്കും. Praise the Lord. പക്ഷേ ഈ കർത്താവ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാണൻ വരെ കൊടുക്കുന്നയാളെ എന്റെ കർത്താവ്. പക്ഷെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ബൈബിളിലുണ്ട്. ആമേൻ. താങ്ക് യു. അവൻ തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കാത്ത തന്റെ മഹത്വം ഈ ഭൂമിയിൽ ആദ്യമായി അവൻ വെളിപ്പെടുത്തിയത് ഒരു വീട്ടിലാണ്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു വീട്ടിനകത്തല്ലേ എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വചനം വെച്ച് നമ്മൾ ഇന്ന് രാത്രി ആലോചന ധ്യാനിച്ച കർത്താവ് ഒരു വീട്ടിൽ വരുന്നത് വെറുതെ അല്ല. കർത്താവ് ഒരു യോഗത്തിൽ എത്തുന്നത് വെറുതെ അല്ല. അവൻ ചിലത് ചെയ്തു മടങ്ങാം, ചിലത് ചെയ്തു മടങ്ങാം. ഒരു പദ്ധതിയുമായാണ് അവൻ വരുന്നത്. ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറായാൽ മാർത്തയോട് കർത്താവ് പറഞ്ഞ വാചകം ഞാനും ആവർത്തിക്കുന്നു. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ വിഷയം എത്ര കഠിനമുള്ളതായിക്കൊള്ളട്ടെ, നിന്നെ കരയിപ്പിക്കുന്ന കാര്യമായിരിക്കാം ഇപ്പോൾ നിന്റെ മുമ്പിലുള്ളത്. പക്ഷേ ആശയ്ക്ക് വിരോധമായി ആശയോടെ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നീ അവന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി നമ്മുടെ ഏത് വിഷയത്തിന്റെ മേലും മഹത്വം വെളിപ്പെടുത്താൻ മതിയായവനും മനസ്സുള്ളവനുമായി നമ്മുടെ കർത്താവ് ഇവിടെ ഇറങ്ങി വന്നു. ഈ മഹത്വപൂർണനായവനെ അനുഭവിക്കാതെ ഒരാള് പോലും ഈ വീട് വിട്ട് പുറത്തു പോകരുത്. കാരണം വീട്ടിനകത്ത് മഹത്വം വെളിപ്പെടുത്തിയവർ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കുന്നതിനാൽ ഒരു ദൈവ പ്രവർത്തിക്കാൻ നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കാം. ഇനി ഒരു 3-4 വാക്യങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് സഹായിക്കണം. ഇനി ആ പറയുന്ന ഭാഗങ്ങൾ ദൈവമക്കൾ ശ്രദ്ധിക്കുക. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. നിക്കട്ടെ. ഇനി 4:46 വായിച്ചാൽ അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ഇനി യോഹന്നാൻ 21:2 വായിച്ചാൽ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയേലും മതി. ഗലീലയിലുള്ള കാനായിലെ നഥനയേൽ. നമ്മളിപ്പോ ഇവിടെ കുറിവാക്യം കൂടെ ചേർത്ത് 4 വാക്യങ്ങൾ വായിച്ചു. ഈ 4 വാക്യത്തിലും ആവർത്തിച്ചിട്ടുള്ള ഒരു പദം കാനായിലെ, ഗലീലയിലെ കാനാവ്. ആ ഭാഗം നമ്മുടെ രാത്രിയോഗമായതുകൊണ്ട് നമ്മൾ ഒരുപാട് വിശദീകരിക്കാതെ, എന്നാൽ വളരെ ആവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുകയും വേണം. അതുകൊണ്ട് ദൈവമക്കൾ ശുശ്രൂഷയിൽ എന്നോടൊപ്പം സഹകരിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന കാനാവ് ഗലീലയിലാണെന്ന് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലുണ്ട്. അപ്പൊ കാനാവ് എവിടെയാണ് എന്നൊരു ചോദ്യം വന്നാൽ അത് ഗലീലയിലാണ് എന്ന് പറയാം. കാരണം 2-ന്റെ 1-ൽ അങ്ങനെയുണ്ട്, ഗലീലയിലെ കാനാവ്. എന്നാൽ 2-ന്റെ 11-ലും 4-ന്റെ 46-ലും 21-ന്റെ 2-ലും ഒക്കെ കാനാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഗലീലയുണ്ട്.
ഗലീലയെ കൂടാതെ കാനാവിനെ കുറിച്ച് ഒരു പരാമർശം ഇല്ല, ബൈബിളിലില്ല എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലില്ല. ഇനി ഈ അഡ്രസ് മെൻഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. കാനാവ് ഗലീലയിലാണെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ പറയുമ്പോൾ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോരെ. കാരണം ഞാന് എറണാകുളത്താണ് ശുശ്രൂഷിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജോൺ, ഞാൻ ബുധനാഴ്ച രാത്രി മുതലാണ് ഇവിടെ യോഗങ്ങൾ ശുശ്രൂഷിച്ചു തുടങ്ങിയത്. ബുധനാഴ്ച രാത്രി പറഞ്ഞിരിക്കട്ടെ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ഡി ബാബു എറണാകുളത്തിനടുത്ത് തിരുവാങ്കുളം എന്ന സഭയുടെ ശുശ്രൂഷയിലാണ് കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്താണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ. പിന്നെ വ്യാഴാഴ്ചത്തെ മീറ്റിങ്ങിന് പിന്നെയും പറയണോ എറണാകുളം ജില്ലയിൽ തിരുവാങ്കുളത്ത് നിന്ന് കർത്താവിന്റെ ദാസൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നാണല്ലോ രാത്രി യോഗം, ഇന്നും പറയണോ എറണാകുളം ജില്ലയിൽ. തിരുവാങ്കുളം എറണാകുളം ജില്ലയിലാണെന്ന് ബുധനാഴ്ച പറഞ്ഞല്ലോ. ഞാൻ പറയുന്നത് യോഗം മനസ്സിലാക്കണം. അപ്പോ ആവർത്തനം എന്തിന് എന്നുള്ളതാണ് നമ്മൾ ഇനി കുറച്ചു നേരം ചിന്തിക്കാൻ പോകും. ഞാൻ പകൽ ഒരു കാര്യം തൊട്ടുവെച്ചു. ഒരു പദം ബൈബിളിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമാത്ര പ്രസക്തമായ കാര്യമുണ്ട്. യേശു പഠിപ്പിച്ച കൊച്ചു പ്രാർത്ഥനയിൽ 8 പ്രാവശ്യം ഞങ്ങൾ എന്ന പദം ആവർത്തിച്ചിരിക്കുന്നു. അത് വെറുതെ ആവർത്തിച്ചതല്ല, അതിനർത്ഥമുണ്ട്. യേശു പ്രാർത്ഥന പഠിപ്പിച്ചത് പുരുഷാരത്തെയല്ല, ശിഷ്യന്മാരെയാണ്. ശിഷ്യന്മാരുടെ പ്രകൃതം പഠിച്ചാലേ ഞങ്ങൾ പ്രയോഗത്തിന്റെ അർത്ഥം മനസ്സിലാവും. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും ആ പ്രകൃതം അറിയാം. ആ പ്രകൃതവും നമ്മളുമായിട്ട് കുറെ അടുപ്പമുണ്ട്. മനസ്സിലായി കാണുന്നു. കാരണം ഞാൻ ചിന്തിക്കുന്നു കർത്താവ് ഈ ഗോസ്പൽ ടീമിനെ കർത്താവ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. കാരണം ഈ 12 പേരും 12 സ്വഭാവക്കാരാണ്, തമ്മി ചേരുകയില്ല, ഒരു ഒന്നിനോടൊന്ന് ചേരുന്നവരല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും കർത്താവ് ഒരു പ്രാവശ്യം ഈ ശിഷ്യന്മാരെ വിളിച്ചൊരു വിളി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വക്രതയും കോട്ടവുമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്രത്തോളം. ആ ചോദ്യത്തിന്റെയൊക്കെ ഗോസ്പൽ ടീമിന്റെ ഡയറക്ടർ ടീമിലെ അംഗങ്ങളെ വിളിക്കുന്ന വിളിയാണ്. വക്രതയുള്ള തലമുറയെ, കോട്ടമുള്ള തലമുറയെ നിങ്ങളെ ഞാൻ എത്രത്തോളം. അതിന്റെ നാടൻ മലയാളം പറഞ്ഞാൽ ഈ സ്ഥിതിക്ക് നിന്നെയൊക്കെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സത്യം പറഞ്ഞാൽ കർത്താവ് ഇവര് നിമിത്തം ഒരുപാട് കുഴഞ്ഞ പല സന്ദർഭങ്ങളുണ്ട്. അതൊന്നും ഞാൻ തെളിയിക്കാൻ പോകുന്നില്ല. ഇപ്പം ദൈവങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ എന്ന പ്രയോഗം ആ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന കൊച്ചു പ്രാർത്ഥനയിൽ 8 തവണ ആവർത്തിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവർ തമ്മിൽ ചേരാത്തവരായതുകൊണ്ട്, ഇവർ ഐക്യമത്യം ഉള്ളവരല്ലാത്തത് കൊണ്ട് യേശു ഈ പദം ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പക്ഷം ഈ ഒരു പൊതുസ്ഥലത്ത് ഈ ശിഷ്യന്മാരിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം സഭക്കാർക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും, സഭക്കാർക്ക് എല്ലാവർക്കും അറിയാൻ തമ്മി ചേരുകയാണ്, പക്ഷെ നാട്ടുകാർക്കെങ്കിലും തോന്നണം ഇവർ ഒറ്റക്കെട്ടാണെന്ന്. കർത്താവിന് അങ്ങനെ ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഞങ്ങൾ പ്രയോഗം ആവർത്തിച്ചതിന് വേണ്ടി. ഇപ്പൊ ദൈവമൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോ ഈ ശബ്ദധാരാവലി അനുസരിച്ച് പദങ്ങളുടെ ആവർത്തനം ശ്രോതാക്കളിൽ വിരസത സൃഷ്ടിക്കുമെന്നാണ്. അത് ഏത് കേവനാണെന്ന് പറഞ്ഞാലും പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ശ്രോതാക്കളിൽ വിരസതയുണ്ടാകും. അത് സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഇടയിൽ സ്ഥിരം കേൾക്കുന്ന ഒരു ശൈലിയുണ്ട്, ഈ രാത്രികാലം പകൽക്കാലം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചു, സത്യം പറഞ്ഞ രാത്രികാലം എന്ന് പറഞ്ഞൊരു കാലമുണ്ട് ഉണ്ടെങ്കിലും ഒന്ന് അന്വേഷിച്ചു. എന്നേക്കാൾ എന്ന് പറയാൻ ഞാൻ PDC കംപ്ലീറ്റ് ചെയ്തതിനാണല്ല, വിദ്യാഭ്യാസം എന്നേക്കാൾ ഇച്ചിരി വിദ്യാഭ്യാസം വിവരവും തലേ ആളതാമസം ഉള്ളവർ ഇവിടെ കാണും. നിങ്ങളൊന്ന് അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് തന്നെ സന്തോഷം. ഞാൻ തുറന്നു പറയുക, ഒരു പകൽ എങ്ങനെ ഒരു കാലമാകുന്നത്, ഒരു രാത്രി എങ്ങനെ ഒരു കാലമാകും.
എനിക്കൊന്ന് നമ്മൾ ഉണ്ടാക്കിയ കാലമാണ്. എന്നാ പോട്ടെ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോഴെ. ഇന്ന് രാത്രികാലം ഒരു 56 പ്രാവശ്യം പറയും രാത്രികാലം. സത്യം പറഞ്ഞാൽ എന്റെ കണ്ടെത്തലിൽ രാത്രികാലമെന്നും പറഞ്ഞൊരു കാലം ഇല്ല. ദിവസങ്ങളും മാസങ്ങളും ചേരുന്ന ഒരു പീരീഡിനെയാണ് സാധാരണ കാലം എന്ന് വിളിക്കാവുന്നത്. ഇത് നമ്മൾ ഒരു പകലിനെ ഒരു കാലമാക്കി, ഒരു രാത്രിയെ ഒരു കാലമാക്കി. അതെന്തോ ഒരു കാലമാണ്. ഞാനിപ്പം പറഞ്ഞ എല്ലാ മലയാളികൾക്കും മനസ്സിലാക്കും, അത് നാട്ടിലെ പഴയ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോ നമ്മുടെ ഇങ്ങനെയുള്ള പദങ്ങളുടെ ആവർത്തനം ശ്രോതാക്കളിൽ വിരസത സൃഷ്ടിക്കും. പക്ഷേ ബൈബിളിൽ ഒരു പദം ആവർത്തിച്ചാൽ മനസ്സിലാക്കിക്കോണം അതിനകത്ത് എന്തോ അർത്ഥമുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ വരുന്നത്. ഗലീലയിലെ കാനാവെന്ന് ആവർത്തിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഇത് അന്വേഷിക്കേണ്ടതല്ലേ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. നമ്മള് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയ വീട് ഏതാണെന്ന് ബൈബിളിലില്ല, പറഞ്ഞ പുതിയ നിയമത്തിലില്ല. ഉണ്ടോ? ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി, പക്ഷെ ആ വീട് ഏതാണെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കല്യാണം നടന്ന സ്ഥലത്തെ കുറിച്ചേ പരാമർശമുള്ളൂ, കല്യാണം നടന്ന വീടിനെ കുറിച്ച് വിവരമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഗലീലയിലെ കാനാവെന്നുള്ള ആവർത്തന പ്രയോഗത്തിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ അതിന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാമെന്ന് നേരത്തെ പറഞ്ഞത്. നമ്മള് നാട്ടിലാണെന്നിരിക്കട്ടെ, നമ്മളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുകയാണ്. നമ്മളെ കല്യാണത്തിന് പോകാനുള്ള ഒരുക്കം എന്നൊക്കെ പറഞ്ഞ സാധാരണ ഒരുക്കമൊന്നും അല്ലല്ലോ, ഇല്ലേ? അത് എല്ലാവർക്കും മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞപ്പോഴേ ആളുകൾ ചിരിക്കാൻ തോന്നി. അതിന്റെ കാര്യം ഒരു ചെറിയ ഒരുക്കമല്ലത്. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കല്യാണം നടക്കുന്ന വീട്ടുകാർക്ക് പോലും അത്രയും ഒരുക്കമില്ല. പോകുന്നവരുടെ പോക്കും ആ ഒരുക്കവും ഒക്കെ കണ്ടാല് സത്യം പറഞ്ഞാൽ എത്ര നമ്മൾ ഒരുങ്ങിയാലും നമ്മൾ തന്നെയാണ്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് തേച്ചോണ്ട് പോകുന്ന ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ സാധനം അങ്ങ് സത്യമല്ലേ. ഞാനേ സത്യം പറഞ്ഞ ചില കല്യാണങ്ങൾക്കൊക്കെ ഇരുന്ന് എനിക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ചില ഈ കല്യാണ പെണ്ണിനെയൊക്കെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് ടൈപ്പ് പേസ്റ്റ് എല്ലാം കൂടെ തൂത്ത് പല ടൈപ്പ് തേച്ചാൽ മുഴുവൻ കുത്തും പൊട്ടും എല്ലാം കളഞ്ഞ് ഒരു ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാണല്ലോ വരുന്നത്. ഇത് ഈ വീഡിയോയുടെ ലൈറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ വിയർത്തിട്ട് ഇതിങ്ങനെ ഉരുകും. ഈ സാധനം പേസ്റ്റ് അല്ലേ, അത് കെമിക്കലാ സാധനം. ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ ചാലുപോലെ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരാരെങ്കിലും നമ്മളെ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മളൊരു ആക്ഷനെങ്കിലും കാണിച്ചാലേ മുഖം ഒന്ന് തൂക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒപ്പുമല്ലേ, അത് കണ്ടിട്ടുണ്ടോ? അതിന്റെ കാര്യം ഇങ്ങനെ തൂക്കാത്ത എന്നാന്നറിയാമോ? തേച്ച് വെച്ചേക്കുന്നത് പോകും. അതുകൊണ്ട് ഇങ്ങനെ എന്ത് കഷ്ടപ്പെടുന്നു. സത്യം പറഞ്ഞാൽ നന്നായി കാണാൻ കൊള്ളാവുന്നവരൊന്നും അധികം ഒരുങ്ങത്തില്ല. അതല്ലേ നമ്മളൊന്നും അധികം ഒരുങ്ങാത്തില്ല. ഈ ചിലർക്ക് അവരവർക്ക് തന്നെ അവരവരെ കുറിച്ച് ഒരു ധാരണയുണ്ട്. എന്നെ കണ്ട ഒന്നിനും കൊള്ളത്തില്ലെന്ന്. അവരെ ഈ കണ്ടമാനം ഒരുങ്ങുന്നത് അതാണ് എന്റെ സൈക്കോളജി കേട്ടോ. അപ്പോ ഈ ഇങ്ങനെ ഉരുകി ഒലിച്ച് ഇങ്ങനെ ചാലുപോലെ ആ മുഖം സത്യം പറഞ്ഞാൽ വികൃതമാകും. എനിക്കൊന്ന് തിരുവല്ല ഷാരോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കല്യാണത്തിൽ ഇങ്ങനെ ഒരാളിന്റെ മുഖം കണ്ടപ്പോ യശയാപ്രകാരത്തിൽ ഒരു വാക്യം എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ മുഖം വിരൂപമായി എന്ന് പറഞ്ഞാൽ അതുപോലെ ആളുകളാണ്. അപ്പോ കല്യാണത്തിന് പോകാൻ നമ്മൾ ഒരുങ്ങി കല്യാണത്തിന് പോകാൻ വേണ്ടി പോകും. സാധാരണ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച്, നാട്ടിലെ രീതി അനുസരിച്ച് നമ്മളോട് ചോദിക്കത്തില്ലേ, നമ്മളെ സഹോദരങ്ങൾ ആരെങ്കിലും കണ്ടാൽ എങ്ങോട്ടാ രാവിലെ പതിവില്ലാതെ കാര്യമായി ഒരുങ്ങി നമ്മൾ എന്താ പറയും? ഞാന് ഒരു കല്യാണത്തിന് പോവുകയാണ്. ഈ നമ്മുടെ മലയാളിയുടെ രീതി അനുസരിച്ച് എങ്ങോട്ടാന്ന് ഈ കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞാലും ആ ഒരു ചോദ്യം കൊണ്ട് നമ്മുടെ മലയാളി തൃപ്തിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എവിടാ നീ എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെയാ? എടാ ഇതുവല്ലോ ഇവൻ അറിയേണ്ട കാര്യമുണ്ടോ? അവനെ വിളിച്ചിട്ട് പോലുമില്ല. അതെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്കത് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ പോന്നു? എറണാകുളത്ത് പോന്നു. ചുമ്മാതെ പോന്നേ ഉള്ളൂ. അതോ അവൻ എന്തിനും പോട്ടെ, നിനക്കെന്നാണ്? ഇതെല്ലാം ഒരു ഒത്തിരി ലെവല് താഴ്ന്ന ആളുകളുടെ പ്രകൃതമാണ്. അപ്പോ നമ്മൾ കല്യാണത്തിന് പോകാനുള്ള എവിടാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ഥലം പറയണ്ടേ? നമുക്ക് കല്യാണം നടക്കുന്ന സ്ഥലം അറിയണ്ടേ? നമ്മൾ പറയാണെന്നിരിക്കട്ടെ, ഞാനും കുറച്ചു നേരം കൊണ്ട് അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുന്നതെങ്കിൽ പിന്നെ ആ സഹോദരൻ അതിൽ നേരം അവിടെ നിൽക്കാം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കണ്ടപ്പോഴും ഒരു കുഴപ്പവും. കല്യാണത്തിന് പോവാണ്, പക്ഷെ കല്യാണം എവിടാണെന്ന് അറിയത്തില്ല എന്ന് വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അതിന്റെ സീരിയസ്നെസ്സും ദൈവമൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗൗരവത്തോടെ വേണം ഈ വിഷയം പഠിക്കാൻ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന വാക്യം മഹത്വം വെളിപ്പെടുത്തിയ സ്ഥലത്തെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മഹത്വം വെളിപ്പെടുത്തിയ വീട് ഏതാണെന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ ആ വീടിന്റെ അഡ്രസ് നമ്മൾ കളക്ട് ചെയ്യണ്ടേ? പ്രൈസ് ദി ലോർഡ്. എന്നാലല്ലേ മഹത്വം വെളിപ്പെടുത്തിയതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. ചുമ്മാ ഗലീലി വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് ചിന്തിച്ചു പോകാൻ എളുപ്പമാണ്, അത് കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ വേദപുസ്തകം നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് ഒരു വീട്ടിലാണെങ്കിൽ ആ വീട് ഏതാണെന്ന് തെളിയിക്കാൻ ബൈബിളിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ആദ്യം ഈ വീട് നമ്മൾ കണ്ടെത്തണം. ഈ വീട് ഏതാണ്? അതുകൊണ്ട് ഇനി ഒരു 2-3 വാക്യങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ 2-3 വാക്യങ്ങൾ വായിക്കുകയാണ്. പെട്ടെന്ന് വായിച്ച് സഹായിക്കുക. യോശുവയുടെ പുസ്തകത്തിലേക്ക് വന്നാട്ട് 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒരാൾ വായിച്ചോട്ടെ. യോശുവ 16:8, 19:28 മറ്റൊരാൾ വായിക്കും. യെസ്. ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നു. എഫ്രൈം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ നിക്കട്ടെ അവിടെ. ഇനി 19:28. It went to Adon, Rehob, Haman, and Kana, as far as they to Sidon. നിങ്ങൾ ശ്രദ്ധിച്ചത് ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീതോൻ വരെ ചെല്ലും. അതിന് 24-ാം വാക്യം. അദ്ദേഹത്തിന്റെ 24. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം അവരുടെ ദേശം. നമ്മളൊരല്പം ഭൂമിശാസ്ത്രം ചിന്തിക്കാൻ പോകും. ദൈവമക്കൾ അന്തരീക്ഷം കളയരുത്. അന്തരീക്ഷം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മനസ്സിലേക്ക് കാണും. ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെയുള്ള അന്തരീക്ഷമല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ആരും സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ്. കാരണം സ്തോത്രം ചെയ്യാൻ നമ്മൾ പറയുന്ന സ്തോത്രത്തിന് ടേസ്റ്റ് കുറവാണ്. കർത്താവ് സംസാരിക്കുന്നെന്ന് തോന്നിയാണ്. അങ്ങനെ ആർക്കും മൗനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് മാത്രം അതിരം തുറന്നാൽ മതിയാവും. പക്ഷെ വചനത്തിലൂടെ മുഴങ്ങുന്ന ആ ദൈവ ശബ്ദം ദൈവമക്കൾ തിരിച്ചറിയണം. സ്തോത്രം. അതുകൊണ്ട് എന്നോടൊപ്പം ദൈവമക്കൾ ശ്രദ്ധിക്കണം. യോശുവയുടെ പുസ്തകം ഞാൻ കണ്ടു. 1-2 പേർക്ക് യോശുവയുടെ പുസ്തകം കിട്ടുന്നില്ല. കാരണം അറിയോ, ഈ വേദപുസ്തകം മേടിച്ചേ പിന്നെ ഇത് തുറന്നിട്ടുള്ളത്. പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ബൈബിളിന്റെ നടുഭാഗം നരച്ചായിരിക്കുന്നു. ഒരു പ്രത്യേക വെള്ളക്കളറില്ലേ സെന്ററിന്. എന്റെ കാര്യം എന്നാ, പൊതുവെ നമുക്കൊരു ഇഷ്ടം. ഒന്നാമത് അതിനകത്തൊരു സൈക്കോളജിക്കൽ ഫാക്ടർ. എന്താ ഈ സങ്കീർത്തനത്തോട് ആളുകൾക്ക് ഇത്രയും അടുപ്പം ഉണ്ടാകാൻ കാര്യം? അത് മുഴുവൻ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന വാക്യങ്ങൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? എനിക്ക് വല്ലതും കിട്ടുന്ന കാര്യവും ഞാൻ കുറെ കാലം ഇവിടെ പിടിച്ചു നിൽക്കുന്ന കാര്യവും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും അവനെ പിന്തുടരും. ശത്രുക്കളുടെ മുമ്പാകെ മേശ. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന കാര്യം. അതായി ഇത് വായിക്കാൻ ഇത്ര തെള്ള. അതൊരു സത്യമായി. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഉണ്ടോന്ന് കരുതില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ നേരം ഒരു സങ്കീർത്തനം വായിച്ച് ഉദ്ഘാടനം ചെയ്യും. എനിക്ക് മനസ്സിലായിട്ട് ഈ സങ്കീർത്തനം അല്ലാതെ ലേഖനത്തിൽ നിന്ന് ഒരു 10 വാക്യം വായിച്ചാൽ എന്നാ കുഴപ്പം? അത് വായിക്കത്തില്ല.
സങ്കീർത്തനം വായിക്കും. കല്ലിടാൻ ചെന്നാൽ അവിടെ ഒരു സങ്കീർത്തനം, മരണവീട്ടിൽ ചെന്നാൽ 90 സങ്കീർത്തനം, കല്യാണത്തിന് ചെന്നാൽ 45 സങ്കീർത്തനം, ശിശുപ്രതിഷ്ഠയ്ക്ക് എന്നാൽ അവിടെ ഒരു സങ്കീർത്തനം, മൊത്തത്തിലൊരു സങ്കീർത്തനം. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് സന്തോഷിപ്പിച്ച വാക്യം വായിക്കുന്നതും അതും സങ്കീർത്തനം. ചിലർക്ക് ഈ ദൈവദാസന്മാരോട് പ്രത്യേക താല്പര്യമുള്ളവരുണ്ട്. അവര് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച വല്ലവനായിരുന്നു ഇന്ന് പാസ്റ്റർ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് എന്നെ സന്തോഷിപ്പിച്ച. അത് പാസ്റ്ററോടുള്ള താല്പര്യം കൊണ്ടൊന്നും വായിച്ചതല്ല, വേദപുസ്തകം തുറന്നത് ഞായറാഴ്ചയാണ്. അതാണ് അതിന്റെ സത്യം. പോട്ടെ, ഞാൻ ആ മേഖല വിടുന്നു. അപ്പം എന്തായാലും കിട്ടിയ യോശുവയുടെ പുസ്തകം ശ്രദ്ധിച്ച് ഈ 2 വാക്യങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കുന്നു. ദൈവമക്കൾ ശ്രദ്ധിച്ചിരിക്കണം. 16:8 ഇങ്ങനെ നമ്മൾ കാണുന്നു: തപ്പൂകയിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രയീം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം. അങ്ങനെയാണെങ്കിൽ യോശുവ 16:8 നമ്മൾ കാണുന്ന കാനാവ് ഏത് ഗോത്രക്കാരുടേതാണ്? എഫ്രയീം ഗോത്രക്കാരുടേതാണ്. അത് നോട്ട് ചെയ്യണം മനസ്സിൽ. രണ്ടാമത് 19:24 നമ്മൾ എന്ത് വായിച്ചു? ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു, അവരുടെ ദേശം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ഹെബ്രോൻ, രഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും. അങ്ങനെയെങ്കിൽ യോശുവ 19:28 നമ്മൾ കാണുന്ന കാനാവ് ഏത് ഗോത്രക്കാരുടേതാണ്? ആശേർ ഗോത്രക്കാരുടേതാണ്. ഇതിന് രണ്ടിനും പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ തെളിവ് കണ്ടതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുക, വേദപുസ്തകത്തിന്റെ പഴയ നിയമ ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കുമ്പോ കാനാവ് 2 കാനാവുണ്ട്. അതിൽ ഒരു കാനാവ് എഫ്രയീം ഗോത്രത്തിന്റെ അവകാശദേശവും മറ്റൊരു കാനാവ് ആശേർ ഗോത്രത്തിന്റെ അവകാശദേശവുമാണ്. ഈ ചർച്ചിൽ റാന്നിക്കാര് പലരുണ്ട്. നിങ്ങൾക്കറിയാം, റാന്നിയിൽ ഒരു ഇടമണ്ണുണ്ട്, പ്ലാച്ചേരിയുണ്ട്. എന്നാൽ ഇടമണ്ണും പ്ലാച്ചേരി കൊല്ലം ജില്ലയിൽ പുനലൂരിന് അപ്പുറത്തുണ്ട്. ഇടമണ്ണുമുണ്ട്, പ്ലാച്ചേരിയുണ്ട്. അപ്പം ഒരേ പേരുള്ള സ്ഥലങ്ങൾ പല ജില്ലകളിലുണ്ട്. കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു വാളകമുണ്ട്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്തും ഒരു വാളകമുണ്ട്. കണ്ടോ? അപ്പോ ഒരേ പേരുള്ള സ്ഥലം ഒന്നിലധികം ജില്ലകളിലുണ്ട്. അത് നമ്മുടെ നാട്ടിലും സർവ്വസാധാരണമാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോ കാനാവ് 2 ഉണ്ട്. അതിൽ ഒരു കാനാവ് എഫ്രയീം ഗോത്രക്കാരുടേതാണ്, മറ്റൊരു കാനാവ് ആശേർ ഗോത്രക്കാരുടേതാണ്. ഈ പഴയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രത്തെ പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രവുമായി ബന്ധിപ്പിക്കുമ്പോ എഫ്രയീം ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവിനെ ശമര്യയിലെ കാനാവ് എന്ന് വിളിച്ചു വന്നു. ശമര്യയിൽ ഒരു കാനാവുണ്ട്, അത് എഫ്രയീം കുടുംബക്കാരുടേതാണ്. ആശേർ മക്കളുടെ ഗോത്രത്തിന് അവകാശമായി കിട്ടിയ കാനാവിനെ പുതിയ നിയമ വേദപുസ്തക ഭൂമിശാസ്ത്രം അനുസരിച്ച് ഗലീലയിലെ കാനാവ് എന്ന് വിളിച്ചു വന്നു. അപ്പൊ ഗലീലയിലെ കാനാവ് ഏത് കുടുംബക്കാരുടേതാ? ആശേർ കുടുംബക്കാരുടേതാ. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ കുടുംബം ഏതാ? ആശേറിന്റെ കുടുംബമാ. സത്യത്തിൽ ഞാൻ ഈ ഭാഗം ധ്യാനിച്ചപ്പോ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിച്ച ഒരു ദൂത് ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ എഫ്രയീമ്യരുടെ അവകാശദേശമായ കാനാവ് ശമര്യയിലെ കാനാവ് എന്നറിയപ്പെട്ടു. ശമര്യയിൽ ഒരു കാനാവ് ഉള്ളത് കൊണ്ട് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് എവിടെയാ? ഗലീലയിലെ കാനാവില. അത് ആശേർ കുടുംബക്കാരുടേതാ. അപ്പോ ഒരു പ്രാവശ്യം ഗലീലയിലെ കാനാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നുള്ളിടത്തൊക്കെ കാനാവെന്ന് മാത്രമേ പരാമർശിച്ചുള്ളെങ്കിൽ 2 കാനാവ് ഉള്ളത് കൊണ്ട് ആളുകൾക്ക് അഡ്രസ് മാറും. അതുകൊണ്ട് കാനാവിനെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം ഏത് പ്രയോഗം ആവശ്യമായി വന്നു? ഗലീല എന്ന പദം ആവശ്യമായി വന്നു. എന്താണെന്നറിയാമോ? അഡ്രസ് മാറാതിരിക്കാനാണ്. അതിനകത്തെ ദൂത് ദൈവമക്കൾക്ക് മനസ്സിലായോ? എന്റെ കർത്താവ് ആരാ? വീട് മാറിയോ, ആള് മാറിയോ, സഭ മാറിയോ,
അവനൊന്നും ചെയ്യുന്നവനല്ല. അവൻ വ്യക്തമായി അഡ്രസ് അറിയാവുന്നവൻ എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാവുന്ന ഒരു വീണ്ടെടുപ്പുകാരനെയാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ നാടറിയാവുന്നവൻ, നിന്റെ നാളറിയാവുന്നവൻ, നിന്റെ നാഴിക അറിയാവുന്നവൻ, നിന്റെ അവസ്ഥ അറിയാവുന്നവൻ ഇന്ന് രാത്രി വാഗ്ദത്തം പോലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞരങ്ങുന്ന നിന്റെ വീട്ടിൽ ഒരു വിടുതലിനായി നീ കൊതിച്ചിരിക്കുമ്പോ അയൽക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നവരല്ല എന്റെ കർത്താവ്. അവന് നിന്റെ അഡ്രസ് അറിയാം. ഇന്ന് രാത്രി കുടുംബങ്ങളെ അറിയാവുന്നവൻ, വ്യക്തികളെ അറിയാവുന്നവൻ, അഡ്രസ് അറിയാവുന്നവൻ, അവസ്ഥ അറിയാവുന്നവൻ തന്റെ ജനത്തിന് വേണ്ടി ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ്. നിങ്ങളൊക്കെ ഇവിടെ നാവിഗേറ്റർ ഉപയോഗിക്കുന്നവരാ. പോസ്റ്റിലെ ആ പോസ്റ്റ് കോഡ് അടിച്ചാൽ കറക്റ്റ് ആ വീടിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആ കൊച്ചമ്മ പറയും നിങ്ങളുടെ ഡെസ്റ്റിനേഷനായി. എന്തായാലും എനിക്ക് ആ പുള്ളിക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അഥവാ നമ്മൾ തെറ്റിച്ചാലും അവര് നമ്മളെ വീട്ടിലെത്തിക്കും. അപ്പൊ മര്യാദക്കാരി പിള്ളേർ ഇവിടെ ഉണ്ട്. ഞാൻ പറയാൻ മനസ്സിലായോ? അഡ്രസ്. അതുകൊണ്ടാ ഈ പ്രയോഗം ആവർത്തിച്ചത്. എനിക്കിന്ന് രാത്രി ഭയങ്കര അഭിമാനത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്ന് പറയാ, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ, എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്താൽ എന്റെ അനിയന് വേണ്ടി ചെയ്തേച്ചു പോകുന്നവരല്ലവൻ. ഞാനാണ് ഞരങ്ങുന്നതെങ്കിൽ എന്നെ അടുക്കുന്നവന് മാറാൻ കഴിയത്തില്ല. ഞാനാണ് ഞെരുങ്ങുന്നതെങ്കിൽ എന്റെ വീട് വിട്ടവന് പോകാൻ കഴിയത്തില്ല. ഞാനാണ് രോഗിയെങ്കിൽ എന്നെ സൗഖ്യമാക്കാതെ അവന് പോകാൻ കഴിയത്തില്ല. അപ്പോ ആശേർ കുടുംബത്തില് ഏതോ ഒരു തലമുറയുടെ വിവാഹ വിരുന്നു ദിനത്തിലാണ് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. അത് ആശേറിന്റെ കുടുംബത്തിലാണ്. ഇനി ആശേർ കുടുംബത്തെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്നുകൂടെ നമ്മളൊന്ന് നോക്കണം. ആ ഒരു വാക്യം കൂടെ വായിക്കും നമ്മൾ. കാരണം ഈ കുടുംബത്തെ ഒന്ന് നമ്മൾ പരിചയപ്പെടണം. ആശേർ കുടുംബത്തെ കുറിച്ച് വേദപുസ്തകം എന്ന് പറയുന്നു. ഉൽപ്പത്തി 49:20 വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 49:20. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. ശ്രദ്ധിക്കണം. ഉപവസിച്ചൊക്കെ ഇരിക്കുന്നവരുണ്ട്. കർത്താവിദാസനും കുടുംബവും ഈ 21 ദിവസം ഉപവാസമാണ്. ഇനി 7 ഇരുന്നവരുണ്ട്, 10 ഇരുന്നവരുണ്ട്, 5 ഇരുന്നവരുണ്ട്, 3 ഇരുന്നവരുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഉപവസിച്ചിരിക്കുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും പിന്നെ ഈ 10-20 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉപവസിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം ആഹാരത്തോട് താല്പര്യം കുറയും. 10-20 ദിവസം, ആദ്യത്തെ 2-3 ദിവസമാണ് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണത്തോട് താല്പര്യം കുറയും. അങ്ങനെയാണ് അതിന്റെ. അപ്പം പൊതുവെ മിക്കവർക്കും ഒരു ശോധന ഉണ്ടാകാൻ, വായിൽ ഒരു ശോധന ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാക്യമാണ് നമ്മൾ ഈ വായിച്ചത്. കാരണം ആശേർ കുടുംബത്തെ ഒന്ന് പരിചയപ്പെട്ടെങ്കിലേ കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തിയതിന്റെ വലുപ്പം നമുക്ക് പിടികിട്ടുള്ളൂ. ആശേർ കുടുംബത്തെ പച്ചയ്ക്ക് പച്ച പരിചയപ്പെടുത്തിയേക്കുന്നു. എന്താ ആശേറിന്റെ പ്രത്യേകത? ആശേറോ അവന്റെ ആഹാരം പുഷ്ടിയുള്ള. അതാ ഒരു ഗുണം, ഈ കുടുംബക്കാരുടെ ഒരു ഗുണം. കഴിച്ചാൽ പുഷ്ടിയുള്ളത് എന്ന പദം കൊണ്ട് കൊഴുപ്പുള്ളതെന്ന് ആരും അർത്ഥമാക്കരുത്. അതല്ല അതിന്റെ അർത്ഥം. പുഷ്ടിയുള്ളത് എന്നുള്ളതുകൊണ്ട് വൈറ്റമിനുള്ള, പ്രോട്ടീനുള്ള, പോഷണം കൂടുതലുള്ള ആഹാരമേ ഈ കുടുംബക്കാര് ഉണ്ടോ? എനിക്ക് തോരനുകളിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് കാബേജ്.
ഞാൻ ഒരുപാട് തിന്നും അവസാനം. എന്നാലും ഈ പച്ചക്കറിയെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ പച്ചക്കറിയിൽ ഏറ്റവും വിറ്റാമിൻ കുറഞ്ഞ സാധനമാണ് കാബേജ്. നിങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു 0.2 ഉള്ള അതിനകത്ത് ഗുണം. 1.2 പോലും ഇല്ല, 0.2 ഉള്ളൂ. ഏറ്റവും വിറ്റാമിൻ കുറഞ്ഞ സാധനമാണ് ഈ കാബേജ് എന്ന് പറയുന്നത് പച്ചക്കറിയിൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലൊക്കെ ജീവിച്ചതാണല്ലോ, നമ്മുടെ നാട്ടിലെയൊക്കെ മെയിൻ ഫംഗ്ഷനുകളിലെ തോരൻ എന്തുവാ? അതിന്റെ കാര്യം എന്നറിയോ? 10-25 രൂപ കൊടുത്ത ഫുട്ബോൾ പോലും 2-3 ഇരിഞ്ഞോട്ട് കൊണ്ടുവന്നൊരു തരിയലോട്ട് വെച്ച് അരിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും വിതറി ആവി കയറ്റി ഇവനെ വിളമ്പുകയാണ്. ഈ വിശന്നിരിക്കുന്ന ഇതുവല്ലോ നോക്കുന്നു. സത്യം പറഞ്ഞാൽ ചിലര് നന്നായി കാബേജ് അറിയാൻ പാടില്ലാത്തവർ കാബേജ് അരിഞ്ഞാൽ അത് ന്യൂഡിൽസ് പോലെ കഴിക്കണം. അതുകൊണ്ട് ഈ ആർത്തിക്ക് തിന്നുന്ന ചിലർ ഈ കാബേജ് വാരി തിന്നു കഴിഞ്ഞിട്ടും അതിന്റെ ബാക്കി നൂല് പാത്രത്തിൽ കിടക്കുന്ന ഞാൻ കണ്ടു. എന്നിട്ട് കൈ കൊണ്ട് വലിച്ചു പൊട്ടിക്കുക. അങ്ങനത്തെ ഒരു സാധനം. അത് വളരെ ശരിക്കും പറഞ്ഞാൽ കാബേജിന് വൈറ്റമിൻ കുറവാണെന്ന് അറിയാവുന്നവർ ചെയ്യുന്ന പഴയ അമ്മച്ചിമാര് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നറിയാം, ഒന്നുകിൽ കാബേജിനോട് കൂടെ ക്യാരറ്റ് ചേർക്കും, അല്ലെങ്കിൽ കാബേജിനോട് കൂടെ ചെറുപയർ ചേർക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പുള്ളിയെ ഒറ്റയ്ക്ക് ചെല്ലാതെ ഇതിന് ഗുണമുള്ള ഒരുത്തന്റെ കൂടെ ചെന്നാണ്. ഗുണം ഉണ്ടാകട്ടെ എന്ന് കരുതി നമ്മുടെ അമ്മച്ചിമാർക്കൊന്നും വൈദ്യശാസ്ത്രം അറിയാൻ വയ്യെങ്കിലും ശരീരശാസ്ത്രം അറിയാൻ വയ്യെങ്കിലും അല്പം വിവരമുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് ആ കാവേജ് തന്നെ തോരൻ വെക്കാതെ അതിനകത്ത് പയറ് പോലെയുള്ള മാംസ്യാഹാരങ്ങൾ കൂടെ ചേർത്ത് അത് പാചകം ചെയ്യണം. ഞാനിത് പറയുന്നതിനറിയോ? ആശേർ കുടുംബത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ. അവര് കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കും. ദൈവമക്കളെ, ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാറ്റ്ലെസ് മീറ്റ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തു. ഇറച്ചിയിൽ മനുഷ്യ ശരീരവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുന്ന ഇറച്ചിയാണ് കാടയിറച്ചി. അതിനകത്ത് കൊഴുപ്പില്ല അതിനകത്ത്. അപ്പൊ 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് ദൈവം മരുഭൂമി കൊടുത്തത് പോത്തിറച്ചിയല്ല, കാടയിറച്ചിയാ. കാരണം അതിനകത്ത് കൊഴുപ്പില്ല. കാരണം തിന്ന് ചാകരുതെന്ന് ദൈവത്തിന് നിർബന്ധം. ഇവിടുത്തെ കാര്യം നമ്മുടെയൊക്കെ ഞങ്ങളെ എറണാകുളത്ത് താമസിക്കും. എറണാകുളത്തെ രീതി എന്നൊക്കെ പറഞ്ഞാല് ചോറ് കൂട്ടുകയും ഇറച്ചി ഉണ്ണുകയും. കാര്യം പറഞ്ഞ മനസ്സിലായി. എന്നിട്ട് ഈ കൊഴുപ്പുള്ളതെല്ലാം കൂടെ തിന്നേച്ച് ദേഹം വേദനയാണെന്ന്. ഇതെല്ലാം ഇതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ട കുറച്ച് പേരെ ശ്രദ്ധിക്കണോ? ചെന്ന് പറയുന്നറിയോ? പക്ഷെ എന്താണെന്നറിയത്തില്ല, രാവിലെ മുതലേ ഈ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു വേദനയാണ്. പിന്നെ ഞാൻ എന്തായാലും വീട്ടുകാരിയോട് പറഞ്ഞു, നീ ഒന്ന് ചൂട് വെച്ചേ. അപ്പൊ അവൾ എന്ത് ചെയ്തു? ഇച്ചിരി കുഴമ്പ് പുരട്ടി ചൂട് വെച്ച് കഴിഞ്ഞപ്പം പുള്ളി പറയാണ്, ചൂട് വെച്ചപ്പോൾ വളരെ ആശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ വേദന പുറത്തോട്ട് മാറി. അല്ല, അതെന്താണെന്നറിയാവോ? അല്പം ഈ കാര്യം സംബന്ധിച്ച് അന്വേഷിച്ചിട്ടുള്ളവർക്കറിയാം. ചൂട് ചെന്നപ്പോ ബ്ലഡിനകത്ത് കിടന്ന ഫാറ്റ് സെല്ല് ഉരുകി. ചൂട് ചെന്നപ്പോ ആ ഫാറ്റ് ഒരു കുറച്ചുരുകിയപ്പം ബ്ലഡിന് ഓടാൻ വയ്യാതെ ഈ ഫാറ്റ് സെല്ലും ബ്ലഡും തമ്മിൽ രക്തക്കുഴലിൽ ഏറ്റുമുട്ടുമ്പോഴാണ് നമ്മൾ ഈ വേദന. അവിടെ നമ്മൾ ഈ വേദന ചൂണ്ടിക്കാണിക്കുന്നത് എന്നറിയോ? അവിടെ യുദ്ധം നടക്കുക. കാരണം രക്തത്തിനോടാൻ പറ്റാതെ ഈ ഹർത്താൽ അനുകൂലികൾ റോഡിൽ കമ്പും കല്ലും പിടിച്ചു വെക്കുന്നത് പോലെ രക്തത്തിനോടാൻ പറ്റാതെ ഈ ഫാറ്റിന്റെ സെല്ല് കിടക്കുക. ഈ ചൂട് വെക്കുമ്പോ ഇവൻ കുറച്ച് അലിയും. അപ്പൊ ആ ബ്ലഡ് ഫോഴ്സിൽ ഒരൊറ്റ തള്ളുമ്പോ ഇവൻ ഉരുണ്ട് പുറത്തു പോകും. അവൻ ചൂട് വെച്ചോണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരാൾ ഞായറാഴ്ചക്ക് നമ്മുടെയൊക്കെ സഭായോഗത്തിൽ വന്ന എന്തോ ആയിരിക്കും. സാക്ഷി പറയാതിരിക്കൂ? ഇല്ല, നിശ്ചയമായിട്ട് അവരെഴുന്നേൽക്കും. അഴലേറെങ്കിൽ ദൈവമക്കളെ, ഞാനൊരു കാര്യം, ഒരു പരമാർത്ഥം പറയാം. അല്ല, അതാ പറയുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കൈയുടെ ഇടതുഭാഗത്തായിട്ട് മാറി വേദനയാൽ ഭാരപ്പെടുകയാണ്. കർത്താവിന്റെ ദാസനും സഭയും പ്രാർത്ഥിക്കണം.
നമ്മളെ പാസ്സാൻ എഴുതി വെക്കുവേണ്ടി കർത്താവേ ആ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കും, ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. തോള് ഭാഗത്തായിട്ട് അതൊന്നും പ്രാർത്ഥിച്ചാൽ മാറത്തില്ല, തീറ്റി കുറച്ചാണ്. ഞാൻ പറയുന്നത് നമ്മളെ അത് ഗൗരവമായി കാണാൻ ദൈവം. നമ്മളെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട്, റൂള് വിട്ട് സിസ്റ്റമാറ്റിക് അല്ലാതെ തെറ്റായ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന ഈ രോഗവും ഒക്കെ നമ്മൾ ഇരുന്ന് അങ്ങ് ശാസിക്കുകയാണ്. രോഗം ഇട്ടുകൊണ്ട്, എന്നാൽ ഒരു നേരം ആ ഇറച്ചി ഇതിന് കുറയ്ക്കത്തില്ല. രോഗം ഇട്ടുകൊണ്ട് പോരാടുന്നു. അങ്ങനെ ശാസിക്കാൻ കൃപ ലഭിച്ച ഒരു സ്പെഷ്യലിസ്റ്റിനെയും കൂടെ കിട്ടിയാൽ 30 ദിവസം വീട്ടിൽ ഇരുത്തിച്ചാൽ ശാസിച്ചു കളയും. അത് വെറും പ്രകടനങ്ങളാകട്ടോ. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കേസൊന്നും പിശാച് എടുക്കുന്നില്ല. കാരണം പിശാച് ഇപ്പൊ ഈ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ ലോക്കൽ കേസുകളൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല എന്നാണ് എന്റെ വാദം. ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ? ആശയ കുടുംബം അവര് കഴിച്ചാൽ പുഷ്ടിയുള്ളത്, ഞാൻ ഒരു സഭാ ശുശ്രൂഷകനായതുകൊണ്ട് പുഷ്ടിയുള്ളത് കഴിക്കുന്നവരുടെ ഗുണം എന്നാണെന്നറിയോ? അവര് കൈയടിച്ചാൽ ശബ്ദം കേൾക്കും. ചിലർക്ക് ശരീരത്തിന് വലിപ്പം ഉണ്ടെങ്കിലും കൈയടിച്ച സൗണ്ടില്ല. വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്നത് ഈ മാന്ത. അതെന്നാ കാര്യം? അതെന്നാ കാര്യം? ആരോഗ്യമില്ല, ആകൃതിയേ ഉള്ളൂ. ദൈവമക്കൾ അത് ഗൗരവമായി കാണുക. ഇപ്പൊ മനസ്സിലായോ? ഒരു ലോക്കൽ ഫാമിലി അല്ല ആശയ കുടുംബം. അവര് കഴിച്ചാൽ പുഷ്ടിയുള്ളതേ കഴിക്കൂ, വളരെ പ്രോട്ടീനുള്ള ഫുഡ് അവർ കഴിക്കും. രണ്ടാമത്തെ ഗുണം എന്ന ആശയ കുടുംബത്തിന്റെ, ഇവര് വല്ലവർക്കും വല്ലവും കൊടുത്താൽ രാജകീയ, ആ പദമുണ്ട്, രാജകീയ ബോധനമല്ല, രാജകീയ സ്വാദുബോധനം, റോയൽ ഫുഡ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഭക്ഷണമേശയിൽ വിളമ്പുന്ന ആഹാരത്തിന് എന്തോ ടേസ്റ്റ് ഉണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് ആശേർ കുടുംബക്കാരുടെ വീട്ടിൽ നിന്ന് വല്ലതും കഴിച്ചാൽ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ നാട്ടിലെ കാര്യം പറയാം. ഞാൻ ഇന്നും ഈ കേരളം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാ കടയുടെ ഒന്നും മുമ്പിൽ കൊണ്ടുപോയി നിർത്തി കാപ്പി കുടിക്കാൻ കയറത്തില്ല. നമ്മൾ ചില കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാന്നറിയ കാര്യം? അവിടുത്തെ ചായ സൂപ്പർ, അവിടുത്തെ പൊറോട്ട നല്ല പൊറോട്ടയാണ്, അവിടുത്തെ കറി. കാരണം ടേസ്റ്റ് ഉള്ളിടത്തേക്ക് ആളുകൾ കൂടുതൽ കയറുള്ളൂ. അത് സത്യമാണ്. അത് സഭയോടുള്ള ബന്ധത്തിലും അതൊരു ദൂത. വിളമ്പുവാണ് റോയൽ ഫുഡേ വിളമ്പ്. അതല്ലേ, വെള്ളം ചേർത്തൊന്നും വിളമ്പരുത്. കൊടുക്കുകയാണെങ്കിൽ നല്ല സാധനം കൊടുത്തേക്കണം. അത് ഈ തീർന്ന് പീഡിച്ച് തൃപ്തിയായി പോട്ടെ. ഞാൻ ഇന്ന് ഓർക്കുന്നു, എനിക്ക് ചില വീടുകളിൽ, നാട്ടിലെ ചില വീടുകളിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എവിടെങ്കിലും മീറ്റിങ്ങിന് പോവാണെങ്കിൽ ചായക്കടയിൽ കയറി കുടിക്കത്തില്ല, നേരെ ആ വീട്ടിലോട്ട് ചെല്ലും. മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി. കാരണം പിന്നെ അവിടുന്ന് 1/2 മണിക്കൂറേ കാണുള്ളൂ കൺവെൻഷൻ സ്ഥലത്തേക്ക്. മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി അന്നേരത്തിന് ഒരു ചായ ഇട്ടുകൊണ്ട് വരും. ആ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വർഷം അടുപ്പിച്ച് കുടിച്ച ചായ സഭാചാരത്തിൽ ഇരുന്നപ്പോൾ. അതിന്റെ ടേസ്റ്റ് നമുക്കറിയാം. എന്നാൽ അവിടെ 10-40 കുടുംബങ്ങൾ കാണും. പക്ഷെ എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. നമുക്ക് അതിന് നാട്ടിൽ ചെന്ന് പറയരുത് ഇത് കേട്ടോ. അതിന്റെ കാര്യം എന്നറിയോ? ചില ചായയുടെ ക്വാളിറ്റി. എന്റെ അമ്മ എന്നോട് പറയാം, എടാ ചായ നല്ലതാണെന്ന് അറിയണമെങ്കിൽ നീ വീടുകളിൽ ചെല്ലുമ്പോഴേ ചായ കൈ കിട്ടുമല്ലോ. ചായ കൈ കിട്ടുമ്പോൾ ഈ ചൂണ്ടുവരൽ ഫ്രീയാ. ചായ നല്ലതാണെന്ന് പറയും. വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവര് കാണാതെ ഈ വിരല് ഈ ഗ്ലാസിനകത്ത് ഈ വിരലിന്റെ തുമ്പൊന്ന് മുക്കണം. തിളച്ച ചായക്കകത്ത് വിരൽ മുക്കണം. ഞാനതിന്റെ ഒരു വകുപ്പ് പറയാ. വിരൽ മുക്കിയിട്ട് ഇതെല്ലാം വീട്ടുകാർ കാണാതെ എന്നിട്ട് ആ വിരൽ പൊക്കണം. പൊക്കുമ്പോ ചായയിൽ വിരൽ മുങ്ങി അത്രയും പാകത്തിന് ചായയുടെ നിറം ഉണ്ടെങ്കിൽ അതാണ് കുറ്റിന ചായ എന്നാണ് പറയുന്നത്. ചായ ഇട്ട് പരിചയമുള്ളവരോട് ചോദിച്ചു നോക്കാം. ഇംഗ്ലീഷുകാരുടെ ഒക്കെ ചായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, എന്നാ സാധനമാണ്. അയ്യോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചായ നിങ്ങൾ വെള്ളം ചേർത്തേ പാല് ഒഴിക്കാവോ കേട്ടോ.
ഇവിടുത്തെ ചായ ഒറിജിനൽ പാല് മേടിച്ച് ചായ ഇട്ടാൽ അധികം കാലം നമ്മൾ പെട്ടെന്ന് നിത്യതയിലെത്തും. പിന്നെ ഇവിടെ ഒരു ഗുണമുണ്ടെന്ന് കേൾക്കുന്നത് അല്ലേ, ഈ ഡൈല്യൂട്ട് ചെയ്ത പാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി. അതേസമയം ചില വീട്ടിലെ ചായ നമ്മളെ കിട്ടിയാൽ നമ്മൾ അതിനകത്ത് ഇറങ്ങിയേച്ച് കയറി പോന്നാലും നമ്മളൊന്നും അറിയത്തില്ല, ഒന്ന് തോർത്തണ്ടേ ആവശ്യം പോലും. ഞാൻ ഇതിന് ദൈവമേ എന്തിനങ്ങനെ കൊടുക്കുക, എന്നാ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പ്രത്യേകിച്ച് കയ്യിൽ അങ്ങ് കൊടുത്താൽ പോരാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവര് കൊടുത്താൽ രാജകീയ സ്വാദുബോധനമേ ഉള്ളൂ. ഇത് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. കഴിച്ചാൽ പുഷ്ടിയുള്ളത് കഴിക്കും, കൊടുത്താൽ രാജകീയ സ്വാദുബോധനം കൊടുക്കും. ഇതാണ് ആശയ കുടുംബം. ഈ ക്വാളിറ്റിയുള്ള, ഈ പാരമ്പര്യമുള്ള ആശയ കുടുംബത്തിലെ കല്യാണം. ഇനിയും മനസ്സിലാക്കണം നിങ്ങൾ ആ വീഞ്ഞ് തീർന്നതിന്റെ ഗൗരവം. അല്ലാതെ ഒരു വീട്ടിൽ വിരുന്ന് നടന്നപ്പം വീഞ്ഞ് തീർന്നെന്ന് ചിന്തിച്ചാൽ അതിന് ഗൗരവം കുറവാണ്. സാധാരണ വീട്ടിലല്ല വീഞ്ഞ് തീർന്നത്. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ കുറിച്ച് നാട്ടുകാരുടെ തന്നെ ഒരു ധാരണയുണ്ട്. അവര് രാജകീയ ബോധനം വിളമ്പുന്നവരാണ്, കുട്ടിയുള്ളത് കഴിക്കുന്നവരാ. മറ്റുള്ളവരുടെ മുമ്പിൽ ആ വീടിനെ കുറിച്ചൊരു ധാരണയുണ്ട്, ആ കുടുംബക്കാരെ കുറിച്ചൊരു ചിത്രമകത്തുണ്ട്. അപ്പം രാജകീയ സ്വാദുബോധനം കൊടുക്കുന്ന പാരമ്പര്യമുള്ള ആശേർ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കലവറയ്ക്കകത്തോട്ട് കയറി നോക്കിയാൽ വിളിച്ചു വരുത്തിയവർക്ക് പോലും വിളമ്പാൻ അവിടെ വീഞ്ഞില്ലെന്നുള്ള പ്രശ്നം. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ കുടുംബം നേരിട്ട പ്രശ്നത്തിന്റെ വലുപ്പം മനസ്സിലാകുന്നുണ്ടോ? ആരും അറിയാത്ത, നാട്ടിൽ ഒരു മനുഷ്യർക്കും പെട്ടെന്നൊന്നും ബോധ്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ വീഞ്ഞു തീർന്നാൽ ഇത്ര പ്രത്യാഘാതമേ അതിനുണ്ടാവും. പക്ഷെ ആശേർ കുടുംബത്തെ നാട്ടുകാരും അറിയും, കൂട്ടായ്മക്കാരും അറിയും. അത്രയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ പുറമേ നിന്ന് നോക്കുമ്പോ. പക്ഷെ ഇപ്പൊ കലവറയിലോട്ട് കയറി നോക്കിയാൽ അവിടെ വിളമ്പാൻ വീഞ്ഞില്ല. ഈ മക്കൾക്ക് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൂതിലേക്ക് വരികയാണ്. പുറമേ നോക്കുമ്പോ ഒരു കുഴപ്പവുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് തോന്നുന്നു. പുറമേ നോക്കുമ്പോൾ തകരാറുകൾ ഒന്നും ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല. മീറ്റിംഗിന് വരുന്നു, മാന്യമായി വേഷം ധരിക്കുന്നു, കൈയടിക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, മടങ്ങുന്നു. അഭിമാനമുള്ളത് കൊണ്ട് മാന്യമായി വേഷം ധരിക്കുന്നു, അഭിമാനമുള്ളത് കൊണ്ട് മാന്യമായി യാത്ര ചെയ്യുന്നു. കാരണം ഒരു പേരാ വീട്ടിനുണ്ട്, ഒരു പേരാ ബ്രദറിനുണ്ട്, ഒരു ധാരണ ആ സിസ്റ്ററിനെ കുറിച്ചുണ്ട്. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാൽ, ആ കുടുംബത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാൽ അവിടെ ചില ഇല്ലായ്മകളുണ്ട്, അവിടെ ചില വല്ലായ്മകളുണ്ട്. ദൈവമക്കളുടെ വചനത്തിന്റെ പൊരുൾ മനസ്സിലായോ? ആ വിഷയത്തിന്റെ മേല എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തിയ രക്തത്താൽ ജയം. പുറത്തു പറയാൻ അല്ല, ആ വീട്ടുകാർക്കും അത് പുറത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയ്ക്ക് പേരുള്ള വീടാണ്. അതുകൊണ്ട് എന്തു വേണ്ടി കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ആ വീട്ടിൽ വന്ന മറിയല്ലേ വീഞ്ഞില്ലെന്നുള്ള കാര്യം യേശുവിനോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? പക്ഷെ യേശു തിരിച്ചു ചോദിച്ചെന്താ? സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ശ്രദ്ധിച്ചോണം, പുതിയ നിയമത്തിൽ ഒരിടത്തും യേശു പോലും മറിയയെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. കാരണം മറിയയുടെ ഉദരം യേശുവിന് ജനിക്കാൻ ഒരു വാടക വീട് പോലെ ഉപയോഗിച്ചെന്നല്ലാതെ പുരുഷന്റെ ഇഷ്ടത്താലല്ല യേശു ജനിച്ചത്. അപ്പൊ ഈ ലോകത്തിൽ യേശുവിന് ജഡപ്രകാരം രക്തബന്ധത്തിൽ ഒരമ്മ യേശുവിന്
ഇല്ല. ശരിക്കും പറഞ്ഞാൽ മറിയ യേശുവിന്റെ വളർത്തമ്മയാണ്. 10 മാസത്തേന് മറിയയുടെ ഉദരം ദൂതൻ പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവിൽ ഉൽപാദിതമായ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഒരിടത്തും യേശു മറിയയെ അമ്മേ എന്ന് വിളിച്ചിട്ടില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ. അതിനകത്ത് പല വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഭാഗം പഠിച്ചു വന്നപ്പോ എന്റെ മനസ്സിൽ വന്നതെന്ന് അറിയൂ, നിന്നെയും ഈ വീട്ടുകാർ വിളിച്ചിട്ട് വന്നതാ, എന്നെയും ഈ വീട്ടുകാർ വിളിച്ചിട്ട് വന്ന, ഞാനും വിളിച്ചിട്ട് വന്നതാ. വീഞ്ഞില്ലെന്ന് പറയേണ്ട ആള് നീ അല്ല, നമ്മൾ 2 കൂട്ടരും വിളിച്ചിട്ട് വന്നവരാ, നമ്മൾ വിരുന്നുകാരാ. യേശു ചോദിച്ചത് വീട്ടുകാരൻ എന്ത് ചെയ്യാൻ അതിന്റെ അർത്ഥം. കാരണം വീഞ്ഞില്ലെന്നുള്ളത് പറയേണ്ടത് നീ അല്ല, വീട്ടുകാരനാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആ കുടുംബത്തിന്റെ മാന്യത? കാരണം വീട്ടുകാരൻ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ വയ്യാതെ. കാരണം ഈ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ള വിഷയം വിരുന്നുകാരറിഞ്ഞാൽ ആ വീടിന്റെ മാന്യത പോകുകയാണ്. ആ ദേശത്ത് ആ കുടുംബം ലജ്ജിക്കപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വേദന ഒളിപ്പിച്ച് പുറത്തിറങ്ങാതെ അകത്തളത്തിൽ ഒളിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ. എന്നാൽ ഞാൻ അവിടെ മറിയെ കാണുന്നത് പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് നിഴലായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അഭിമാനികളായ ദൈവമക്കളോ അല്ലാത്തവരോ പുറത്താരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വേദനകളുമായി മുമ്പോട്ട് പോകുമ്പോൾ നീ ആ വീടുമായി ഒരല്പമെങ്കിലും പരിചയമുള്ള വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ മുമ്പിൽ മറിയെ പോലെ ആ പ്രശ്നം കൊണ്ടുവരണം. അത് മധ്യസ്ഥത അടയ്ക്കുന്ന ദൈവസഭയ്ക്ക് നിഴലാണ്. ചുരുക്കി പറഞ്ഞാൽ മറിയ ആ വീട്ടിലൊരു വിരുന്നുകാരിയാണെങ്കിലും ആ വീടിന്റെ വിഷയം അവൾ ഏറ്റെടുക്കുക. മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി ആത്മാക്കളെ ചലഞ്ച് ചെയ്യുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി നീ മുമ്പോട്ട് പോകരുത്. നിന്നെ കുഴപ്പമൊന്നുമില്ലാതെ നിർത്തിയേക്കുന്ന എന്തിനാണെന്നറിയാമോ? കുഴപ്പമുള്ള ചിലർക്ക് വേണ്ടി നീ ഉപകരണമായി മാറാനാണ്. അവരുടെ വിടുതലിന് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വീഞ്ഞില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ദേ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. അതെ, മറിയ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ വീടിന്റെ വിഷയം പരിഹരിക്കാൻ ഈ മറിയയായ എനിക്ക് പറ്റിയല്ല. സത്യം പറഞ്ഞ യേശുവിന്റെ അമ്മ മറിയാമ്മ അന്നേ പറഞ്ഞതാണ്, ഒരു പ്രശ്നവും പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സത്യമാണോ? മറിയ പറയുക, അല്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞാല് നോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വീഞ്ഞില്ലെന്നേ മറിയ യേശുവിനോട് പറഞ്ഞുള്ളൂ. അല്ലാതെ യേശുവിനും വീട്ടുകാരുടെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് യേശുവിനോട് അടുക്കാൻ മറിയയെ ഒരു മധ്യസ്ഥയായി കാണരുത്. മറിയയെ മധ്യസ്ഥയായി കണ്ടാൽ പൗലോസ് പറഞ്ഞു. പൗലോസ് ലീഗയോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പൗലോസ് ലീഗ എന്താ പറഞ്ഞു? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു യേശു തന്നെ. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു അല്ലാതെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനില്ല. മറിയ പറഞ്ഞു, ദേ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. സത്യം പറഞ്ഞാൽ മറിയെ മാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളാണ്. അത് ഞാൻ അഭിമാനത്തോടെ പറയാം. എന്നാന്നറിയോ? മറിയ പോലും പറഞ്ഞേക്കാൻ എന്നാന്നറിയോ? യേശു എന്തോ കൽപ്പിച്ചാലും അത് ചെയ്യണം. യേശു കൽപ്പിച്ചു. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കണം. നമ്മൾ മാനസാന്തരപ്പെട്ടു. സത്യം പറഞ്ഞത് ആര് പറഞ്ഞതനുസരിച്ചാ?
മറിയ പറഞ്ഞനുസരിച്ചാ. കാരണം മറിയ പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ നമ്മൾ മാനസാന്തരപ്പെടും. ഇനി 2, മാനസാന്തരപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. അത് കർത്താവിന്റെ കൽപ്പനയാ. കർത്താവ് മാതൃക കാണിച്ചതാ. അങ്ങനെയാണെങ്കിൽ അവൻ കൽപ്പിച്ചത് ചെയ്തവരാ നമ്മൾ. ശ്രദ്ധിച്ചോ? മാനസാന്തരവും സ്നാനവും ആത്മസ്നാനവും വേർപാടും കൂട്ടായ്മയും അപ്പം നുറുക്കും പ്രാർത്ഥനയും ഉപദേശവും അനുസരിക്കുന്നവരാണ് മറിയെ മാനിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ആ മഹതിയെ ഞാനും മാനിക്കുന്നു. കാരണം മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തോ കൽപ്പിച്ചാലും ചെയ്യും. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ ചുരുക്കാൻ ശ്രദ്ധിക്കണം. യേശുവിന്റെ കൽപ്പന വരുന്നു ശുശ്രൂഷക്കാരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറപ്പി. സത്യം പറഞ്ഞ ഒരുപാട് സമയം എടുക്കേണ്ട ഒരു മേഖലയെ ഞാൻ തൊടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ വീട്ടിൽ തീർന്നത് വീഞ്ഞ, പക്ഷെ യേശു കോരാൻ പറയുന്നത് വെള്ളമാ. ഇവിടെയാണ് ശുശ്രൂഷക്കാർക്ക് കൃപ വേണ്ടത്. ശുശ്രൂഷക്കാരൻ കൃപയുള്ളവനല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കുകയില്ല. കാരണം ഇനിയും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാവുന്ന ചിന്ത എന്നാന്നറിയോ? നമ്മുടെ മനസ്സിൽ എന്താ വരും? അപ്പം വെള്ളം കോരാൻ പറഞ്ഞത് മിക്കവാറും അതാണല്ലോ നമ്മുടെയൊക്കെ ഇടപാട്. നമ്മളൊരു കാര്യം കേട്ടാൽ 10 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യും. ഇവിടെ വീഞ്ഞാണല്ലോ തീർന്നത്, പക്ഷെ യേശു കൽപ്പിച്ചേക്കുന്നത് വെള്ളം കോരാൻ. അപ്പൊ മൊത്തം തീർന്ന് കാണത്തില്ല. എന്താ മനസ്സിലായി? കാരണം അതേ നമുക്കും പരിചയമുള്ളൂ. നമ്മൾ അങ്ങനെ അത്ഭുതം ചെയ്യുന്നവരാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു പക്ഷേ അനുഭവം കാണില്ല. പക്ഷെ ഈ നാട് നീളെ നടക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവമാണ്. ചില സ്ഥലത്ത് മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോഴേ നമ്മള് 4-ാമത്തെ 5-ാമത്തെ പന്തിക്കായിരിക്കും ഇരിക്കുന്നത്. ഈ മാസികവും പോലുള്ള യോഗത്തിന് വിളിച്ചാൽ. അപ്പൊ ഈ പരിധി കൂടുതൽ 10-30 പേര് മാസികത്തിന് വന്നാൽ കറി തികയത്തില്ല. തോരൻ തീർന്നാലും ഒഴിച്ചു കറി തീരാൻ പാടില്ല. നമ്മുടെ മലയാളികൾക്ക് നിർബന്ധം ഒഴിക്കാൻ എന്തെങ്കിലും, തോരൻ ഇല്ലെങ്കിൽ ഒഴിക്കാൻ ഒരു കറി വേണം. അതുകൊണ്ട് നമ്മുടെ ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ? സാമ്പാർ തികയെന്ന് കണ്ടാൽ പെട്ടെന്ന് സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ദൈവകൃപയിൽ ആശ്രയിച്ചെടുത്ത. അല്ല, നമുക്ക് പിന്നെ അങ്ങനെ ഗുണമുണ്ട്. നമ്മൾ എന്ത് കുരുത്തക്കേട് ചെയ്താലും കൃപയിൽ ആശ്രയിച്ചേ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തോത്രം എന്നും പറഞ്ഞാ ഈ വെള്ളം എടുത്ത് ഒഴിക്കുന്നത് ആ ശുദ്ധഗതിയെ കൊണ്ട് ചെയ്യുന്നതാ. പോട്ടെ, വെള്ളം ചൂടാക്കിയിട്ട് ഈ തീരാൻ തുടങ്ങുന്ന സാമ്പാറിനകത്തോട്ട് ഒഴിക്കും. ആവി പറക്കുന്ന സാമ്പാർ. ഇതിനെക്കുറിച്ച് വിവരമില്ലാത്തവൻ വിചാരിക്കും, എടോ 4-5 പന്തിയായിട്ട് ആ കറിയുടെ ചൂടേ. ഇനി ഞാനന്ന് അനുഭവിച്ചത് ഇന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഞാൻ മേശയുടെ അടുത്ത് ഇരിക്കുക, ചോറിനകത്തോട്ട് സാമ്പാർ ഒഴിച്ചു. ഇത് എന്റെ നേരെ വരിക. എന്നോടെന്തോ വൈരാഗ്യമുള്ളത്. അപ്പൊ ഞാൻ സാധാരണ ഞാനിക്കട്ടെ, നമ്മക്കാണെങ്കിൽ അനുഭവം നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്റെ നേരെ വന്നപ്പോ ഞാൻ ഈ ഒരു സൈഡ് പോയി പൊക്കി. കാരണം ഈ വെള്ളം കൊടുപ്പേ വീഴണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് പോവാ, ഞാൻ ഈ സൈഡ് പോകും. അപ്പൊ 2-ത്തോട്ടും പോവാം. ഞാൻ ഈ 4 മൂല ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയ ഇങ്ങനെ പൊക്കിയ അതിനകത്തോടെ മക്കളെ, അന്ന് എനിക്ക് മനസ്സിലായി അത്ഭുതം ചെയ്യുന്നവർ നമ്മുടെ വീടുകളിൽ. ഞാൻ പറഞ്ഞു വന്നു മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം കോരാൻ കൽപ്പിച്ചാൽ ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ശരിയല്ലേ? യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്ന ആളാണ് ആ വീട്ടിലെ ശുശ്രൂഷക്കാരെങ്കിൽ അവൻ വെള്ളം കോരാൻ മടിക്കും. കാരണം എന്നാ? ഈ വെള്ളം കോരുന്ന ശുശ്രൂഷക്കാർ യഹൂദന്മാരാണ്, വിരുന്നുകാരും യഹൂദന്മാരാണ്, വീട്ടുകാരും യഹൂദന്മാരാണ്. ഇവർക്ക് നല്ല വീഞ്ഞിന്റെ രുചി അറിയാം. നല്ല വീഞ്ഞിന്റെ ടേസ്റ്റ് അറിയാവുന്നവരുടെ മുമ്പിൽ വെള്ളം ചേർത്ത് വിളമ്പിയാൽ വിവരം അറിയും. അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, മനസ്സിലാക്കാം. കാരണം നല്ല സാധനം കഴിച്ച് പരിചയിച്ചാൽ അവർക്കൊരു സാധനം ഡൈല്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. പക്ഷെ ആ ശുശ്രൂഷക്കാരെ നോക്കി, എന്തിനാ ഒരുപാട് ആത്മാക്കൾ സഭയിൽ?
ഇതുപോലെ വെള്ളം കോരാൻ 10 എണ്ണം ഉണ്ടായാ പോരെ. എനിക്ക് ആ ശുശ്രൂഷക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവൻ കൽപ്പിച്ചു, അത് ചോദ്യം ചെയ്യാൻ ഞാൻ ആരും. വേദശാസ്ത്രികളുടെ കണക്കനുസരിച്ച് ഒരു കൽപാത്രത്തിൽ ഏതാണ്ട് 100 ലിറ്ററോളം വെള്ളം കൊള്ളുമെന്ന്. പലരും പല കണക്കാ പറയും. കൃത്യമായ കണക്കൊന്നുമില്ല, ഏകദേശ കണക്ക് ഞാൻ പറയുന്നു. കാരണം 2 or 3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടെന്ന്. അപ്പൊ ഒരു കൽപാത്രത്തിൽ 100 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ 6 കൽപാത്രത്തിലും കൂടെ 600 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി ശ്രദ്ധിച്ചേ, വെള്ളം കോരാനല്ല കൽപ്പന, വെള്ളം കോരി നിറപ്പി. കണ്ടോ? എന്ന് പറയാൻ 2 or 3 തൊട്ടി വെള്ളം കോരി ചേച്ചി പാനക്കത്തില്ല. അവന്റെ കൽപ്പന ശ്രദ്ധിച്ചാൽ അറിയാം അവന്റെ സ്വഭാവം, അർപ്പിച്ചവന്റെ സ്വഭാവം എന്നാ. അവൻ നിറയ്ക്കുന്നവനാ, നിറവിൽ കുറഞ്ഞൊരു ഇടപാടില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ വീട്ടിൽ ഈ നിറപ്പി എന്നുള്ള പദം യേശു ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? അതിനകത്തെ മർമ്മം മറ്റൊന്നുമല്ല, ആ വീടിന്റെ വിഷയം കുറവാ, വീഞ്ഞിന്റെ കുറവാ ആ വീടിന്റെ വിഷയം. ഒരു കുറവിനെ നേരിടുന്ന കുടുംബത്തിൽ കർത്താവ് ഉപയോഗിച്ച കൽപ്പനയ്ക്കകത്തൊരു നിറവുണ്ട്. കുറവിനെ നിറവിലേക്ക് നയിക്കാൻ നമ്മുടെ കർത്താവ് ശക്തനത്രേ. അവന്റെ സ്വഭാവമാണ് അല്ലേ? പടക് രണ്ടും മുങ്ങുമാറാകുവോളം മീനിനെ കൊണ്ട് നിറച്ചെന്ന വാക്യം. നമുക്ക് ആ വാക്യം അറിയാമല്ലോ. ലൂക്കോസ് 5 പടക് രണ്ടും മുങ്ങാറാകുവോളം. ഇനി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം പഠിക്കുന്നിടത്ത് 12 കൊട്ടയപ്പം നിറച്ചെടുത്തു. 7 അപ്പവും കുറെ ചെറുമീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചെടുത്ത് 7 വട്ടിയപ്പം നിറച്ചെടുത്തു. ശ്രദ്ധിച്ചു നോക്കിയേ, എവിടെ കർത്താവ് തന്റെ കരം ചലിപ്പിച്ചിട്ടുള്ളിടത്തൊക്കെ ഒരു നിറവുണ്ട്. ഈ 2011 LPCയുടെ നിറവിന്റെ വർഷമാണ്. 2011 നമ്മുടെ കുടുംബങ്ങളുടെ നിറവിന്റെ വർഷമാണ്. രാത്രി ചില കുറവുകൾ നിറവുകൾക്ക് വഴിമാറുന്നു എന്ന് ദൈവാത്മാവാലോചന പറയുകയാണ്. ശുശ്രൂഷക്കാരൻ കൽപ്പനയാണ്, വെള്ളവുമായി ബന്ധപ്പെട്ട കൽപ്പനയാണ് അല്ലെ? വെള്ളമല്ലേ കോരി നിറയ്ക്കേണ്ടത്? വെള്ളവുമായി ബന്ധപ്പെട്ട കൽപ്പന, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇനിയും അനുസരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം. വെള്ളവുമായി ബന്ധപ്പെട്ട് കർത്താവ് കൽപ്പിച്ച ഒരു കൽപ്പനയാണുള്ളത്, അത് സ്നാനമാണ്. അവന്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവാത്മാവ് അങ്ങനെയുള്ളവരെ ആഹ്വാനം ചെയ്യുന്നു. പോകട്ടെ, അടുത്ത കൽപ്പന. എന്താ കൽപ്പന? കോരി വിരുന്നുവാഴിക്ക്, ശ്രദ്ധിക്കണേ, വിരുന്നുകാർക്ക് കൊടുക്കാനല്ല കൽപ്പന, വിരുന്നുവാഴിക്ക്. അത് ശ്രദ്ധിക്കേണ്ട വാചകമാണ്. സത്യം പറഞ്ഞ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നത് വിരുന്നുകാരാണ്. ഇത് കോരി കൊടുക്കേണ്ടത് ന്യായമായി ആർക്കാണ്? വിരുന്നുകാർക്കാണ്. പക്ഷെ യേശു കൽപ്പിക്കുന്നത് നേരെ തിരിച്ചാ. യേശു പറഞ്ഞു ഇത് കോരി ആർക്ക് കൊടുക്കണം? വിരുന്നുവാഴിക്ക് കൊടുക്കണം. നിങ്ങൾക്ക് അതിന്റെ മർമ്മം മനസ്സിലായോ? വിരുന്നുവാഴിക്കാണ് ആ വിരുന്നിന്റെ ചുമതല. മനസ്സിലാവുന്നു? വിരുന്നുവാഴി എന്ന് പറയുന്നത് ഈ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളിനെയാണ് വിരുന്നുവാഴി എന്ന് പറയുന്നത്. പുള്ളിയാണ് കൊട്ടാരത്തിലായാലും കൊള്ളാം, നാട്ടിലായാലും കൊള്ളാം, വീട്ടിലായാലും കൊള്ളാം, ഭക്ഷണ പരിപാടി ക്രമീകരിക്കുന്നയാളാണ് വിരുന്നുവാഴി. ഇത് വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും രുചി അറിയാവുന്നയാളാണ് വിരുന്നുവാഴി. നമുക്ക് മനസ്സിലാകുന്നുണ്ട്? എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും രുചി വിരുന്നുവാഴിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ യേശു കോരിയേക്കുന്നത് എന്തുവാ? വെള്ളമാ. ഇതാ അങ്ങോട്ട് വീഞ്ഞായി വിളമ്പാൻ പോകും. അതുകൊണ്ട് തന്നെ ഇത് വിളമ്പണോ വേണ്ടായോ എന്ന് ആരുടെ പെർമിഷൻ വേണം? ശ്രദ്ധിച്ചേ, വിരുന്നുവാഴിയുടെ പെർമിഷൻ വേണം. നിങ്ങൾ ചിന്തിക്കണത്, വിരുന്നുവാഴിയുടെ പെർമിഷൻ വേണം. എനിക്ക് എന്റെ കർത്താവിന്റെ സാമാന്യ മര്യാദ
ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എന്തിനാ അവനോട് പെർമിഷൻ ചോദിക്കുന്നു? നമ്മളൊക്കെ ആയിരുന്നെങ്കിലും ഇവിടെ വീഞ്ഞുണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇപ്പം വിളമ്പണോ വേണ്ട എന്നുള്ള ഓരി തന്നെ നമ്മളൊക്കെ കേറി വിളമ്പിയേനെ. പക്ഷെ യേശു പറഞ്ഞു, നോ, ഒരു പ്രോഗ്രാമിന് ഒരു ചെയർമാൻ ഉണ്ടെങ്കിൽ ആ ചെയർമാന്റെ പെർമിഷൻ കൂടാതെ ആരും ഒന്നും കയറി വിളമ്പരുത്. എന്ത് ഡീസന്റ് ആണ് നമ്മുടെ കർത്താവ്. പറഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ ചെയർമാന് കൊടുക്കേണ്ട മാന്യത കർത്താവ് കൊടുത്തു. ഇനി ഞാൻ പെട്ടെന്ന് വരുന്നു, ശ്രദ്ധിക്കണേ. വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു. മണവാളനോട് എന്താ ചോദിച്ചേ? ഇത്രയും നല്ല സാധനം, ഞാൻ ചുരുക്കി പറയാം, ഇത്രയും നല്ല സാധനം ഇത്രയും നേരം ഇത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിരുന്നുവാഴി ആ ചോദിച്ചതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും ടേസ്റ്റ് അറിയാവുന്നയാളാണ് ഞാൻ. കാരണം ഞാൻ വിരുന്നുവാഴിയാണ്. പല ടൈപ്പ് വീഞ്ഞുണ്ടാക്കുന്നയാളാണ് ഞാൻ വിരുന്നുവാഴിയാണ്. എല്ലാ ടൈപ്പ് വീഞ്ഞിന്റെയും ടേസ്റ്റ് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത വീഞ്ഞ് സാധാരണ ഒരു വീടുകളിലും വിരുന്നിന് വിളമ്പുന്ന വീഞ്ഞല്ല. ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത വൈൻ രാജാക്കന്മാരുടെ ഭക്ഷണമേശകളിൽ മാത്രം വിളമ്പുന്ന വീഞ്ഞ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഭോജനമല്ല. ഇത് റോയൽ വൈനാണ്. ഇത് രാജകീയ സ്വാദുബോധനമാണ്. ദൈവമക്കൾ ഇപ്പൊ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതിന്റെ മഹത്വം മനസ്സിലാവുന്നു. ആശേർ കുടുംബത്തിന്റെ പ്രശ്നം എന്താ? രാജകീയ സ്വാദുബോധനം കൊടുക്കുന്നവരായി, അത് കൊടുക്കാനില്ലെന്നുള്ളതാണ് വീട്ടുകാരുടെ പ്രശ്നം ആണ്. എന്നാൽ രാജാതിരാജാവ് ആ വീട്ടിൽ തന്റെ കരം ചലിപ്പിച്ചപ്പോ എന്തു വിളമ്പി? അവിടെ രാജകീയ സ്വാദുബോധനം തന്നെ ആ വീട്ടിൽ വിളമ്പി. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. എന്റെ കർത്താവ് ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. നീ എന്തിനെ ചൊല്ലി ഞരങ്ങുന്നുവോ ആ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്താൻ ചില 2-3 മിനിറ്റ് നേരം കൂടെ ദൈവമക്കൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. രാജകീയ സ്വാദുബോധനം കൊടുക്കേണ്ട വീടാണിവർ. പക്ഷെ അത് കൊടുക്കാനില്ലെന്നുള്ളതായിരുന്നു വീടിന്റെ വിഷയം. എന്നാൽ എന്റെ കർത്താവിനൊരു ചാൻസ് ആ വീട്ടിൽ കിട്ടിയപ്പോ അവിടെ ഏത് തന്നെ വിളമ്പി? രാജകീയ സ്വാദുബോധനം തന്നെ വിളമ്പി. അതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? ആശേർ കുടുംബത്തിന് ഒരു ഗുണം കൂടെ ഉണ്ട്. പുഷ്ടിയുള്ളത് കഴിക്കും, രാജകീയ സ്വാദുബോധനം കൊടുക്കും. ഇത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഗുണം. യോഹന്നാൻ 2:1 എഴുതിയിരിക്കുന്നു, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. ആശേർ കുടുംബത്തിന് ഒരു ക്വാളിറ്റി കൂടെ ഉണ്ട്, കർത്താവിനെ ക്ഷണിച്ചിരുന്നു. കർത്താവിന് ഇടം കൊടുത്ത ദൈവ പൈതലെ, കർത്താവിന് വേണ്ടി വീട് തുറന്നു കൊടുത്ത ദൈവ പൈതലെ, നിന്നെ അവൻ മാനിക്കാതിരിക്കുമോ? നിന്നെ അവൻ ആദരിക്കാതിരിക്കുമോ? നിന്നെ അവൻ വിടിവിക്കാതിരിക്കുമോ? നിങ്ങൾ ഞരങ്ങുന്ന വിഷയം എന്തായാലും എന്റെ കർത്താവ് തന്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്താൻ പോകുന്നു. യേശു വീട്ടിൽ എഴുന്നേറ്റാൽ അവന്റെ മഹത്വം അവിടെ വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി ആ വീട്ടുകാർക്ക് തല കുനിച്ച് നടക്കണ്ട. നാട്ടുകാരുടെ മുമ്പിൽ ഇനി അവർ ഒരിക്കലും അപമാനിക്കപ്പെടുകയില്ല. ഇതുവരെ തല പൊക്കി നടന്നതിനേക്കാൾ മാന്യമായി അവർക്ക് തല ഉയർത്തി നടക്കാം. അവർക്ക് എന്താ കാര്യം? കർത്താവ് അവരെ മാനിച്ചു കഴിഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ
രാത്രിയോഗങ്ങളുടെ സമാപന നിമിഷത്തിൽ സഭയോടും കുടുംബങ്ങളോടും സഹോദരീ സഹോദരന്മാരോടും വചനത്തിലൂടെ ദൈവാത്മാവിന് പറയാനുള്ളത്, നീ രാജാവിന്റെ സന്തതിയാണ്. നീ രാജാവിന്റെ സന്തതിയാണ്. നിനക്കൊരു രാജാവുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, നിനക്കൊരു രക്ഷകനുണ്ട്. ഇന്ന് നീ ഞരങ്ങുന്നതിനെ ചൊല്ലി ഇനി ഞരങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് തന്റെ മകത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഓ ഇന്ദിരാ ഇന്ദിരാ കുറവിനെ നേരിട്ട കുടുംബത്തിൽ നിറവിന്റെ കൽപ്പനയുമായി എഴുന്നേറ്റവൻ ഇന്ന് രാത്രി തന്റെ ജനത്തെ അനുഗ്രഹിച്ചയക്കുകയാണ്. ദൈവമേ, നീ ഈ ബലത്തോടെ പോണം. നിനക്കൊരു വീണ്ടെടുപ്പുകാരൻ, നിന്നെ നിറവിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. അവൻ അഡ്രസ് അറിയാവുന്നവനാണ്, അവൻ അവസ്ഥ അറിയാവുന്നവനാണ്. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കുക. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിലെ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന സമയം കളയാതെ, വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ദിവസങ്ങൾ കളയാതെ, പരിഹരിക്കാൻ കഴിവുള്ളവനോട് കാര്യം തുറന്നു പറ. അവൻ സകലവും നന്നായി ചെയ്യാൻ പോകും. ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നു, രാജകീയ ഭോജനവുമായി കർത്താവ് വെളിപ്പെടുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുന്നു. തലമുറകൾക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുന്നു. എന്റെ കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച ദൈവമൈതലേ, നീ ഈ ദൂത് ഹൃദയത്തിൽ കുറിക്ക്. എന്റെ വിഷയത്തിന്റെ മേൽ അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. വചനത്തിലൂടെ എന്റെ ദൈവം ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. എനിക്കറിയാം, തലയിൽ കൈവച്ച് പറഞ്ഞാൽ പലരോടും ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ദൂത് പറയാനുണ്ട്, അല്ലേ? അഭിമാനിയാകയാൽ പുറത്താരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിൽ ഞരങ്ങുന്നവരെ ദൈവാത്മാവ് കാണുന്നുണ്ട്. കലവറയിലെ ഇല്ലായ്മ ദൈവാത്മാവ് കാണുന്നുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് പതറുന്ന ഹൃദയങ്ങളെ ദൈവാത്മാവ് കാണുന്നുണ്ട്. ഈ ധൈര്യത്തോടെ ഇന്ന് രാത്രി മടങ്ങിച്ചോ. കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു.